നമസ്കാരം. കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിന്നിരുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് മന്ത്രിമാർ കൂട്ടത്തോടെ പിന്നിൽ. 10 മന്ത്രിമാർ ആദ്യ റൗണ്ടിൽ പിന്നിലാണ്. പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ, ഏറ്റുമാനൂരിൽ VN വാസവൻ, ആറന്മുളയിൽ വീണ ജോർജ്, തൃത്താലയിൽ MP രാജേഷ്, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, ഇരിങ്ങാലക്കുടയിൽ R ബിന്ദു, നേമത്ത് V ശിവൻകുട്ടി, കളമശ്ശേരിയിൽ P രാജീവ്, കണ്ണൂരിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ, എലത്തൂരിൽ AK ശശീന്ദ്രൻ എന്നീ മന്ത്രിമാരാണ് ആദ്യ റൗണ്ടിൽ പിന്നിലായത്. എന്നാൽ ആദ്യ റൗണ്ടിൽ പിന്നിലായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് ലീഡ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിമാരിൽ KN ബാലഗോപാലും മുഹമ്മദ് റിയാസും മാത്രമാണ് ഇപ്പോഴും മുന്നിലുള്ളത്. 100 സീറ്റുകളിൽ UDF മുന്നേറ്റം തുടരുമ്പോൾ LDF 50 താഴെ സീറ്റുകളിൽ മാത്രമാണ് ലീഡ് തുടരുന്നത്. ഇടത് കോട്ടകൾ തകർത്താണ് ഈ UDF ആധിപത്യം എന്നതും ശ്രദ്ധേയമാണ്. കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് മുഴുവനായി തന്നെ UDF ആധിപത്യമാണ്. അതേസമയം ആദ്യ റൗണ്ടുകളിൽ പിന്നിലായിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ മുന്നിലായിട്ടുണ്ട്. ഹരിപ്പാട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും വ്യക്തമായ ലീഡിലാണ് മുന്നോട്ട് പോകുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും മുന്നേറ്റം തുടരുകയാണ്. അമ്പലപ്പുഴയിൽ UDF സ്വതന്ത്രൻ G സുധാകരൻ ലീഡ് തുടരുന്നുണ്ട്. തവനൂരിൽ പക്ഷേ KT ജലീലിന് തിരിച്ചടിയാണ്. കോൺഗ്രസിന്റെ VS ജോയിയാണ് ഇവിടെ മുന്നേറുന്നത്. അതേസമയം പേരാവൂരിൽ സണ്ണി ജോസഫ് ലീഡ് വീണ്ടെടുത്തിട്ടുണ്ട്. ഇവിടെ CPMന്റെ KK ശൈലജ ഇപ്പോൾ പിന്നിലാണ്. മലപ്പുറം UDF ഏകദേശം തൂത്തുവാരിയ മട്ടാണ്. പൊന്നാനിയും നിലമ്പൂരുമെല്ലാം UDF മുന്നേറ്റമാണ് തുടരുന്നത്. കോട്ടയത്ത് എല്ലാ സീറ്റിലും UDF മുന്നേറ്റമാണ്. ബാലുശ്ശേരിയിൽ LDFന്റെ സച്ചിൻ ദേവ് പിന്നിലാണ്. അതേസമയം പാലക്കാട് UDFന്റെ രമേശ് പിഷാരടി ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ ലീഡ് 40,000 കടന്നിട്ടുണ്ട്. അതേസമയം CPMൽ നിന്ന് പുറത്തായ ശേഷം UDF സ്വതന്ത്രനായി മത്സരിച്ച V കുഞ്ഞികൃഷ്ണൻ പിന്നിലാണ്. ഇടത് കോട്ടയായിരുന്ന കോഴിക്കോടും ഇപ്പോൾ വലത്തോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. കോഴിക്കോട് 13-ൽ 12 സീറ്റ് പിടിച്ച് UDF വൻ കുതിപ്പ് നടത്തിയപ്പോൾ ജില്ലയിൽ ലീഡ് മുഹമ്മദ് റിയാസിന് മാത്രമാണ്. അതേസമയം RSPയും മുന്നേറ്റത്തിന്റെ പാതയിലാണ്. ചവറയിലും കുന്നത്തൂരിലും ഇരവിപുരത്തും RSPക്ക് ലീഡുണ്ട്. കേരളം UDF ഭരണത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് ആദ്യഘട്ട ഫലങ്ങൾ തെളിയിക്കുന്നത്.